Did you wait too long? Tell him that you love him, but he's already gone, darling. ഇവിടെ കരിമീൻ്റെ വാല കെട്ടാൻ പോലും കൊള്ളത്തില്ല. അതിൻ്റെ വേണ്ടി ചുമ്മാ കടന്നൊരു വീഡിയോ ഒന്നും ഇതല്ല എൻ്റെ ഫോണിൽ താടിച്ചേട്ടാ. കണ്ടോ, നമ്മൾ മുറിച്ചെടുക്കണം. എന്താ പറയുമ്പോൾ ഫുള്ളും മുള്ളു. സത്യം പറയാലോ, ഞാൻ പുള്ളീനെ കളിയാക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് കേൾക്കുന്ന ഡയലോഗിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞിട്ട് ശരിയാവില്ല. ഹായ് ഗൈസ്, ഞാൻ സൺ ജോസഫ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ട്രെൻഡ്സ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതായത് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ താടിക്കാരൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതായത് നമ്മുടെ ചെമ്പല്ലി, ആറ്റു ചെമ്പല്ലി കരിമീനിനെ വെച്ചിട്ട് പറയുന്നത്. കരിമീൻ മാറി നിൽക്കും ആറ്റു ചെമ്പല്ലി കഴിച്ചു കഴിഞ്ഞാൽ. എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ നല്ല ഒരു കരിമീൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവിടെ കേരളത്തിൻ്റെ മുത്താണ്, അറിയാലോ, കരിമീൻ. ആ കരിമീൻ്റെ അടുത്ത് പോലും വെച്ച് കെട്ടാൻ കൊള്ളത്തില്ല. ഇതൊന്നും അറിയാൻ മേലാതെ നമ്മുടെ ഈ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പോയി ഞാറ്റിച്ചമ്പലിയുടെ പുറകെ പോയൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ കരിമീൻ്റെ വാല കെട്ടാൻ പോലും കൊള്ളത്തില്ല അതിൻ്റെ ടേസ്റ്റ്, സത്യം പറഞ്ഞത്. കാരണം നമ്മളൊരു മീൻ പ്രേമിയാണ്. നമുക്ക് മീനെക്കുറിച്ച് ഏകദേശമൊക്കെ അറിയാം. മൊത്തം അറിയത്ത ഒത്തിരി ഒന്നും അറിയില്ല, ഏകദേശമൊക്കെ അറിയാം മെയിനായിട്ട് നമ്മുടെ ആറ്റിലെ മീനുകളെയൊക്കെ കുറിച്ച്. പിന്നെ രണ്ടാം വേറൊരു വീഡിയോ ഉണ്ട്, പുല്ലൻ മീനെ പുള്ളി ഇങ്ങനെ നേരെ നടുവേ ഇങ്ങനെ അടുപ്പിച്ച് ആ പുള്ളി അടുപ്പിച്ച് ഇങ്ങനെ വാറുന്നതൊക്കെ കറക്റ്റാണ്. പക്ഷെ നമ്മളത് വാറും അതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് നേരെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് ചെരിഞ്ഞ്, അത് വേറൊരു രീതിയിൽ ചെറിയാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ അതിൻ്റെ ആ മുള്ളു മുറി നമുക്ക് അറിയാൻ പറ്റും. അതെങ്ങനെ നമുക്ക് നോക്കണ്ടേ, അത് നോക്കാം. പിന്നെ ആറ്റുചെമ്പല്ലി കരിമീൻ, അതിനെ കോമ്പിനേഷൻ ചെയ്ത് കേട്ടോ. അതിനെ വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തരുത്. ഓക്കെ, അതെനിക്കൊന്ന് പറയാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ പുല്ലൻ എങ്ങനെയാണ് നമ്മുടെ ക്ലിയറായിട്ട് വരഞ്ഞെടുക്കുന്നത് നമുക്ക് നോക്കാം. മുള്ളില്ല നമുക്ക് കഴിക്കാം. പിന്നെ നമ്മുടെ താടിക്കാരൻ പറഞ്ഞ പോലത്തെ അതുപോലെ നമുക്ക് വരയാം. എന്നിട്ട് നമുക്ക് ഏതിലാണ് മുള്ളു ഒട്ടും ഇല്ലാതെ നമ്മൾ കഴിക്കുന്നത് നോക്കാം. അത് പ്രൂഫ് ചെയ്ത് കാണിക്കാം ഞാൻ. ഓക്കെ, ഈ മീൻ പിടുത്തം ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, എന്നെപ്പോലെയുള്ള മീൻപിടുത്തം ഇഷ്ടപ്പെടുന്നവർ, മീനെ സ്നേഹിക്കുന്നവരൊക്കെ, അവരൊന്നും അത് പുറക്കൂല. ചുമ്മാ ആയിരുന്നു ഒരു കണ്ടന്റ് വേണ്ടി ചുമ്മാ കടന്നൊരു വീഡിയോ ഒന്നും ഇതല്ല എൻ്റെ ഫോണിൽ താടിച്ചേട്ടാ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ബാക്കി നമുക്ക് പരിപാടി തുടങ്ങും കേട്ടോ. ഇതാണ് നമ്മുടെ പിച്ചാത്തി കേട്ടോ. ഇതാണ് നമ്മുടെ നൈഫ്. ഞാൻ ഓൺലൈനിലൂടെ വാങ്ങിയതാണ്. സൂപ്പർ തന്നെ, ഭയങ്കര മൂർച്ചയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പുല്ലിനെ നമ്മൾ വേണ്ട കഴുകി വൃത്തിയാക്കി നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ചെമ്പല് കളഞ്ഞ കേട്ടോ. ഇനി ഇതിനെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ അതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. നമ്മൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇതുണ്ടോ, ഇത് കണ്ടോ, ഇത് മീനിൻ്റെ വയർ ഭാഗം ഇത് അല്ലേ. അപ്പോൾ നമ്മൾ നേരെ ഈ ഭാഗം നിന്ന് പിടിക്കുക, അടുപ്പിച്ച് കാണിക്കുക. എന്തുമാത്രം നമുക്ക് ചിരിച്ച് ഒരു പിടുത്തം പിടിക്കണം. ഇതുണ്ടോ, ചെയ്തുണ്ടോ, ഇനി വെച്ചിട്ട് നല്ല മൂർച്ചയുള്ള വിചാരത്തിലത് ഒരൊറ്റ വര അവൻ്റെ അങ്ങ് നട്ടൽ വരെ അങ്ങ് മുറിയണം. കണ്ടോ, ഇതുണ്ടോ, ഇവിടെയൊന്നും മുറിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെയൊന്നും വലിയ മുള്ളില്ലാത്ത സ്ഥലം. ഇതുണ്ടോ, അടുത്ത് നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് ഇതുണ്ടോ, എന്തുമാത്രം അടുപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഉണ്ടോ, മുള്ളു മുറിയുന്ന സൗണ്ട് എനിക്ക് നന്നായിട്ട് ഇതിനകത്താണ് കേട്ടോ. മുള്ളു അതിലും കൂടുതൽ മുറിയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. ഉണ്ടോ, എന്തുമാത്രം നമ്മൾ വൈഡായിട്ട് നമുക്ക് ചെയ്യുന്നു അത്രയും വൈഡായിട്ട് ചെയ്യണം. അപ്പോഴാണ് ആ മുള്ളു എല്ലാം അതിൻ്റെ അണ്ടകടാകം വരെയുള്ള മുള്ളു വരെ വരഞ്ഞ് നമുക്ക് മുറിച്ചെടുക്കാം. നല്ലത് ഉള്ള വലിയ വേണ്ട അതുകൊണ്ട് നമ്മൾ മുറിച്ചെടുക്കണം. കണ്ട സൗണ്ട് കേട്ടോ, കണ്ട സൗണ്ട്. നമുക്ക് പിള്ള മനസ്സിൽ കള്ളമില്ലെന്നല്ലേ പറയണേ. 3 പിള്ളേരുണ്ട്, ഒരാളിപ്പോൾ ഇവിടെ ഇല്ല. ബാക്കി 2 ഉണ്ട്, കുഞ്ഞതാ. അവരെ നമുക്ക് കഴിക്കാൻ കൊടുക്കാം. സാധാരണ ഒട്ടുമിക്ക ഒരു അപ്പനും അമ്മയും കൊച്ചു പിള്ളേരെയും മുള്ളുള്ള മീൻ കൊടുക്കാറില്ല. പക്ഷേ എനിക്കത്ര കോൺഫിഡൻസ് ഉണ്ട് ഇതിന് മുള്ളു കിട്ടത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരെ കൊടുത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവില്ല.
ഓക്കെ. ഇങ്ങനെ അടുത്ത് വരുമ്പോൾ ഫുള്ളും മുള്ള് നല്ലപോലെ കിരികിരാന്നും പറഞ്ഞ പോലെയാണ് ഈ മുള്ളെല്ലാം വെട്ടി മാറിയത്. കാരണം നമുക്ക് ഇതുണ്ടോ ഇതെല്ലാം അറിയാൻ പറ്റും, നമ്മൾ ഈ പിടിയിൽ അറിയാൻ പറ്റും. ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ താടിയെണ്ണം പറഞ്ഞ പോലെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ നോക്കട്ടെ, എനിക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടാവും നോക്കട്ടെ. അത് സത്യം പറയാലോ, ഞാൻ പുള്ളീനെ കളിയാക്കുമൊന്നുമല്ല. ചെറിയൊരു രീതിയിൽ മുള്ള് മുറിയുന്ന അനുഭവപ്പെടുന്നതല്ലാതെ എനിക്ക് ഞാൻ ചെയ്ത രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ട പോലത്തെ ഉള്ളൊരു മുള്ളു മുറിച്ചിൽ എനിക്ക് ഇവിടെ അനുഭവപ്പെടുന്നില്ല കേട്ടോ. എന്നാലും ഉണ്ട് കേട്ടോ, തമാശയല്ല, മുള്ളു മുറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഞാൻ രണ്ട് രീതിയിലും എടുക്കുന്നുണ്ട്. നമുക്ക് രണ്ടുപേരും കഴിച്ച് നമുക്ക് ഒന്ന് നോക്കാം ഏതാണ് ബെറ്ററെന്ന് ഞാൻ തന്നെ കഴിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാലേ ആൾക്കാർ വിചാരിക്കും പറ്റിക്കുന്നതാണ്. അതിപ്പോൾ നമുക്ക് സത്യമാണെങ്കിലും അല്ലെങ്കിലും എന്തായാലും നമ്മൾ വീഡിയോ ഫുള്ള് ഇട്ടിരിക്കും. നമുക്ക് എൻ്റെ പിള്ളേരോട് ചോദിച്ചു നോക്കാം. കുഞ്ഞു പിള്ളേരാണേ, പിള്ളേർ മനസ്സിൽ കള്ളമില്ലെന്നാണല്ലോ. ഒരു എന്നെപ്പോലുള്ള കുറേ മീൻ പ്രേമികളുണ്ട്. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് കേൾക്കുന്ന ഡയലോഗിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞിട്ട് ശരിയാവില്ല. ഓക്കെ, പുള്ളിയൊക്കെ നല്ല നല്ല വീഡിയോസ് നല്ല നല്ല കണ്ടൻസൊക്കെ ഇടുന്നതാണ്, ഇഷ്ടമാണ് പുള്ളിയുടെ വീഡിയോകൾ. പക്ഷേ ആവശ്യമുള്ള രീതിയിലൊക്കെ ഇടും. ഓക്കെ, ഇതൊന്നും അറിയാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ചുമ്മാ ചിലപ്പോൾ നമ്മൾ ഈ മീനൊക്കെ വിറ്റ് ജീവിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ ഈ മീൻ ശരിക്കും ഒന്നുകൂടെ പേർക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മീനൊന്ന് വറക്കുമ്പോൾ നല്ല വറുത്ത് സൂപ്പറായിട്ട് ഇത് വറക്കാൻ പറ്റിയ മീനാട്ടോ. അത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വറക്കാം. ഇനി ഈ പുള്ളി പറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ വറുത്തടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മീൻ വറക്കാം. ആവശ്യത്തിന് മുളക് പൊടി, കുരുമുളക് പൊടി ആവശ്യത്തിന്, പിന്നെ പെരിഞ്ജീരകം പൊടിച്ചത് കേട്ടോ, നല്ലപോലെ പൊടിച്ചത്. പിന്നെ ഇത് നമ്മുടെ ഇഷ്ടം, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി. ഇനി ഒരിത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കങ്ങ് ചാലിച്ചെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ചാലിച്ചെടുത്തിട്ട് ഈ മീനിൻ്റെ മുകളിലേക്ക് ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ ആഡ് ചെയ്ത് പിടിപ്പിക്കുക. അതിൻ്റെ അകത്തും പുറത്തും എല്ലാം നമ്മളിതായാലും ഈ മീനിൽ മസാലയെല്ലാം പോത്തപ്പിച്ചിട്ടുണ്ടല്ലോ, ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൂടെ വെക്കുവാണെങ്കിൽ അങ്ങ് സെറ്റാവും കേട്ടോ. ഇതുണ്ടോ ഇരിപ്പുണ്ടാവും, വറക്കാതെ തന്നെ എടുത്ത് കടിച്ച് തിന്നാൻ തോന്നുന്നല്ലേ. അപ്പോൾ ഇനി നമുക്ക് പിന്നെ അങ്ങ് പൊരിച്ചങ്ങെടുത്താലോ. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടി മീൻ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണേ. അപ്പോൾ അതേ കുഞ്ഞാറ്റ, ഈ 2 മീനുണ്ടേ കേട്ടോ, നിനക്ക് ഏത് മീനാണെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, 2 പുല്ലൻ മീനാണ് കേട്ടോ, 2-നകത്ത് മുള്ളൊക്കെ കാണും. എന്നാലും നീ കഴിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറ ഏത് മീനകത്താണ് നിനക്ക് ഏറ്റവും കൂടുതൽ മുള്ള് കിട്ടുന്നതെന്ന് പറ. കഴിച്ചു നോക്കിക്കേ. നല്ല ചൂടാ. അപ്പം ഞൊള്ളിത്തരാം. നമ്മുടെ കുഞ്ഞാറ്റയോട് പറയാം കേട്ടോ, മീൻ എടുത്ത് കഴിച്ച വളരെ നല്ല ചൂടായതുകൊണ്ട് ഞാൻ ഞുള്ളി വെച്ചിട്ടുണ്ട്, ചൂടാറാൻ വേണ്ടി കേട്ടോ. നമ്മളെ നീ കഴിച്ചോ. ഇത് കഴിക്കുക. കഴിച്ചു. ദശ എടുത്ത് കഴിക്കുക. എന്നാലേ ഉള്ളൂ മുള്ളുമല്ലോ അതിനകത്തുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കൊച്ചേറൻ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അതായത് എനിക്ക് ആ കുഞ്ഞു വെച്ചിനെ അവൻ കറക്റ്റ് മുള്ളൊക്കെ എടുത്ത് തരും. അതിനകത്തുണ്ടോ മുള്ള് കിട്ടിയില്ല? ഓക്കെ, എനിക്ക് മൊത്തം എടുക്കുക എന്നാലേ ഉള്ളൂ. ദശ ഉൾപ്പെടെ എടുക്കുക. ചൂടാണോ? ഒരു ചെറിയ മുള്ളല്ലേ, ചെറിയ മുള്ളൊക്കെ ഓക്കെ. ഇതുണ്ടോ, പിന്നെ അതെടുത്താ കേട്ടോ, മുള്ളുണ്ട്. തൊണ്ട കുരുങ്ങിയോ? അയ്യോ, കുഴപ്പമില്ല. നമുക്കത് ഈ മീനകത്ത് നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഇതിനകത്ത് മുള്ള കിട്ടുന്നുണ്ടോ എന്ന് നോക്കി. ഒന്നുകൂടെ നോക്കി. ശകലം പപ്പ എടുത്ത് തരാം. ഒന്നുകൂടെ. മുള്ളുണ്ടോ? എന്നാ ഇതിനകത്ത് നോക്കി. ഇതിനകത്ത് എടുത്താ കേട്ടോ. ഉണ്ടോ? ഇപ്പം കിട്ടിയില്ല. നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഒരു കാര്യമുണ്ട്. അപ്പം ഇതും നല്ലപോലെ ഇത്തിരി കൂടെ നല്ലൊരു മൊരിയുവാണെങ്കിൽ ഈ നമ്മുടെ താടിച്ചേട്ടൻ്റെ മീനകത്ത് മുള്ളു കെട്ടത്തില്ല കേട്ടോ. ഇതുണ്ടോ? ഇത് നല്ലപോലെ നമ്മൾ മൊരിച്ചെടുത്തതാണ്. മൊരിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ രണ്ട് മീൻ നല്ലപോലെ മൊരിച്ച് ഇത്തിരി കൂടെ ഇത് മൊരിയണം. നല്ല മൊരിച്ചെടുക്കൂടെ ശക്കലം പോലും നമുക്ക് മുള്ളു കിട്ടില്ല കേട്ടോ. അത് ഉറപ്പാണ്, 100%. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. ഞാനേ ഒരു ഹൈ പറഞ്ഞേ.